ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചിക്കൻ കറിയാണ്. അത്ര സ്പെഷ്യൽ അല്ലെങ്കിലും നല്ലൊരു ചിക്കൻ കറിയാണ്. അതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കൻ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, കുറച്ച് തൈര് ഇവയെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 സബോള, കറിവേപ്പില, പിന്നെ 2 തക്കാളി, വലിയ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങാക്കൊത്ത്, പിന്നെ കുറച്ച് പച്ചമുളകുണ്ട്, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി. ഇവയെല്ലാമാണ് നമ്മുടെ ചിക്കൻ കറിക്ക് വേണ്ട ചേരുവകൾ. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. നല്ലോണം അത് ഫ്രൈ ആക്കി എടുക്കുക. ഫ്രൈ ആയി വന്നു കഴിയുമ്പോൾ ഓരോന്നായിട്ടത് നമുക്ക് കോരി മാറ്റാം. ഇനി അടുത്ത റൗണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ചിക്കനൊക്കെ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വറുത്ത് വെച്ച ഓയിലില്ലേ, അത് നമ്മൾ ഒന്നുകൂടെ ചൂടാക്കിയിട്ട് നമ്മൾ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക. അത് നല്ലോണം ഒന്ന് മൂത്ത് വരണം. അതിനുശേഷം നമ്മുടെ സവാള, കറിവേപ്പില ഇവയും കൂടെ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇവയെല്ലാം കൂടെ ചേർത്ത് നല്ലോണം മിക്സാക്കുക. നല്ലോണം വാട്ടണം. നല്ലോണം വാടി വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുത്താൽ സവോള പെട്ടെന്ന് വാടി കിട്ടും. അതിനുവേണ്ടി ഉപ്പ് ചേർത്ത് കൊടുക്കുക. വീണ്ടും നല്ലോണം മിക്സ് ചെയ്യുക. സവോള നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഞാനതിലേക്ക് 2 തക്കാളി ഞാൻ അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. ഞാൻ അതും കൂടെ നല്ലോണം വഴറ്റിയെടുക്കുക. നല്ലോണം വഴണ്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ മസാലപ്പൊടികളൊക്കെ അതിലേക്ക് മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി 1 സ്പൂൺ, മല്ലിപ്പൊടി 2 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പതിയെ കറിക്കകത്തോട്ടിടാം. സവാളയിലേക്കിട്ട് നമ്മൾ നല്ലോണം ഇളക്കിയെടുക്കുക. നല്ലോണം വഴറ്റിയെടുക്കണം കേട്ടോ. അതിൻ്റെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ചൂടുവെള്ളം, തിളച്ച വെള്ളമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ചിക്കൻ ഭയങ്കര റബ്ബർ പോലെ ആയിപ്പോവും. അത് പറഞ്ഞാൽ നല്ല തിളപ്പിച്ച വെള്ളം തന്നെയാണ് സവോള ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുത്തത്. അത് നല്ലോണം ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. വറുത്ത ചിക്കൻ കറി ഒരു ടേസ്റ്റ് തന്നെയാണ്. സാദാ കറി വെക്കുന്നതിലും നല്ലത് ഇങ്ങനെ വറുത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ കറി ഏകദേശം റെഡിയായിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല കുറുകിയ ഗ്രേവിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ കറി. എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു. ബൈ.